ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ ബിഗ് ബോസ് കണ്ടന്റ് ആണ്. ബിഗ് ബോസിൽ 50 ദിവസം ഏകദേശം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വോട്ടിംഗ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് സിബിന്റെയും പൂജയുടെയും പുറത്താക്കലിന് ശേഷം അവർക്ക് കിട്ടിയ ലക്ഷക്കണക്കിന് വോട്ടിംഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കണ്ടസ്റ്റന്റിനെ അവരെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്രമാത്രം വോട്ട് ചെയ്ത പ്രേക്ഷകന് അതൊരു വേസ്റ്റ് ആയിട്ട് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം സിബിൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു, അതുപോലെ തന്നെ പൂജയും നല്ലായിരുന്നു. സാഹചര്യങ്ങൾക്ക് മൂലം ഇല്ലെങ്കിൽ പല കോൺട്രവേഴ്സീസും അതിന്റെ പേരിൽ വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ വോട്ടിംഗ് ലിസ്റ്റ് നോക്കാം. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പോലെ തന്നെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കട്ട കോമ്പറ്റീഷൻ ഉള്ള ഒരു വോട്ടിംഗ് ആണ് ഇപ്പൊ ഈ സമയത്ത് വന്നിരിക്കുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ ബോഡി ബിൽഡറായ ജിൻഡോ തന്നെയാണ്. കാരണം ജിൻഡോയ്ക്ക് പുറത്തുള്ള ഒരു ഫാൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജാസ്മിന്റെ ഹേറ്റേഴ്സ് അടക്കം ജിൻഡോയ്ക്ക് ഒരു ഫാൻ ബേസ് ആയിട്ട് വരികയാണ്. കാരണം സിജോ പുറത്തായി. സിജോ മീൻസ് സിജോയ്ക്ക് ആക്സിഡന്റ് പറ്റിയതിനു ശേഷം സിജോ 10-20 ദിവസം പുറത്തായതിനു ശേഷം ആ ഒരു വോട്ടിങ് സിജോയിൽ കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ജിൻഡോ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ആളുകളെയും വോട്ടിങ്ങിലേക്ക് വരാം. ജിൻഡോ 5,64,392 വോട്ടാണ്. 5,64,392 വോട്ടാണ് ജിൻഡോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനമുള്ളത് ജാസ്മിൻ ആണ്. ജാസ്മിന് ലഭിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറയുമ്പോൾ 3,32,819. നിങ്ങൾ ആലോചിക്കണം, ഇത്രമാത്രം ഹെയ്റ്റ് ക്യാമ്പയിനിങ് വന്നിട്ടും അതുപോലെ തന്നെ ഇത്രമാത്രം ഹേറ്റേഴ്സ് ജാസ്മിന് വന്നിട്ടും ജാസ്മിൻ ഇപ്പോഴും ജിൻഡോയുടെ തൊട്ടടുത്ത് തന്നെ കട്ട കോമ്പറ്റീഷൻ ആയിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ജനങ്ങൾക്ക് ജാസ്മിന്റെ ടോക്സിക് ഗെയിമിങ്, അതായത് അവരുടെ ആ ഒരു സ്ട്രാറ്റജി, അതായത് അവർക്ക് ഹെയ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് ഒരുപക്ഷെ എനിക്കൊന്ന് അവരെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. കാരണം ഇല്ലെങ്കിൽ എങ്ങനെ ജാസ്മിന് 3,32,819 വോട്ട് കിട്ടും? നിങ്ങൾ കമന്റ് ചെയ്യണം. ഇനി ഇതും വല്ല പെയ്ഡ് പ്രൊമോഷനോ ഇല്ലെങ്കിൽ വല്ല ഫാൻ ബേസിന്റെ ബലത്തിലുള്ള വോട്ടിംഗ് ആണോ എന്ന് നമുക്ക് അറിയില്ല. നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ലവ് ട്രാക്കുള്ള അർജുനാണ്. 2,98,928 വോട്ടാണ്. അതായത് ജാസ്മിന്റെ തൊട്ടടുത്ത് തന്നെ അർജുനുണ്ട്. അടുത്തത് അഭിഷേക് ശ്രീകുമാറാണ്. 2,53,100 വോട്ടാണ് അഭിഷേകിന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്സരയ്ക്ക് 2,10,700 വോട്ട്. 2,10,700 വോട്ട്. അടുത്തത് നോറയാണ്. നോറ നല്ലൊരു ഗെയിമറാണ്. പക്ഷെ ചില സമയത്ത് പ്രേക്ഷകരെ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള ഗെയിമിങ് നോറ കളിക്കുന്നുണ്ട്. ആ തരത്തില് ഒരുപക്ഷെ നോറയ്ക്ക് വോട്ടിങ് കുറച്ച് കുറയാൻ സാധ്യതയുണ്ടായിരുന്നു. 1,99,598 വോട്ടിന് ഇപ്പോഴും നോറ മറ്റ് ആളുകളുമായിട്ട് അടുത്തല്ലെങ്കിൽ കൂടി അവരും ഒരു നിലവാരം കീപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ഹൻസിബയാണ്. ഹൻസിബയ്ക്ക് 1,87,913. അൻസിബയ്ക്ക് കിട്ടിയ വോട്ട് ഒന്നും കൂടെ പറയാം, 1,87,913. ഈ വോട്ടിങ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൻസിബ ഇത്രയൊരു സെലിബ്രിറ്റിയാണ്, ഒരുപാട് വലിയ വലിയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ച അൻസിബ മെല്ലൻ ഒരു ന്യൂട്രലി കുറച്ച് വോട്ടുകളൊക്കെ ഇതിനേക്കാളും പിടിക്കും എന്നുള്ളൊരു മൈൻഡിൽ ആണ് ജനങ്ങളൊക്കെ നിന്നിരുന്നത് എനിക്ക് തോന്നുന്നത്. എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. പക്ഷെ അൻസിബയ്ക്കുള്ള വോട്ടിങ് നോറിനേക്കാളും കുറയുന്നു എന്നുള്ളത് നമ്മളെ എന്താ പറയാ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഞാൻ പറയട്ടെ, ഇത്രമാത്രം ഇത് 6ാമത്തെ സീസൺ, 6ാം തമ്പുരാനാകാൻ വേണ്ടി വന്ന ഒരാളുണ്ട്. കാറിൽ ഇരുന്നു കൊണ്ട് കേരളത്തെ മൊത്തം കിടികിട്ടാ വിറപ്പിച്ച സായി കൃഷ്ണ, അല്ലെങ്കിൽ രഹസ്യ ഏജന്റ്, അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ്. ഇവിടെ കിട്ടുന്ന വോട്ട് എന്ന് പറയുമ്പോൾ 1,69,216 വോട്ടാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ 7 ലക്ഷം മുകളിൽ അദ്ദേഹത്തിന് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫേസ്ബുക്കിൽ ലക്ഷങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ ഇവരുടെ പോലും 10-20% പോലും വോട്ട് സായി കൃഷ്ണയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതും, അതായത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച് ഒരുപാട് മാധ്യമങ്ങളിലൂടെ അത്രമാത്രം ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് ബിഗ് ബോസിൽ പോയ സായി കൃഷ്ണയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന വോട്ട് എന്ന് പറയുമ്പോൾ 1,69,216 വോട്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുവരെ സായി കൃഷ്ണയുടെ ഒരു ഗെയിമിംഗ് സ്ട്രാറ്റജി ഒരു മിഡിൽ ക്ലാസ് ആണ്, അല്ലെങ്കിൽ ലോ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മനുഷ്യന്റെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഏത് നിമിഷം സായി കൃഷ്ണ ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു മെഗാ ഏജന്റ് ആയിട്ട് മാറുമോ ഇല്ലയോ നമുക്ക് നോക്കി കാണാൻ പറ്റും. ഒരുപക്ഷെ മാറുമായിരിക്കും.
സായി കൃഷ്ണയ്ക്ക് തൊട്ടു പുറകിലായിട്ട് നമ്മുടെ റസ്മിൻ ഉണ്ട്. 1,47,519 വോട്ടാണ് റസ്മിന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നന്ദനയ്ക്ക് 1,35,700 വോട്ട് കിട്ടുന്ന സമയത്ത് അഭിഷേകിന് കിട്ടിയിരിക്കുന്നത് വെറും 1,23,117 വോട്ട്. അതായത് ഏറ്റവും അവസാനത്ത് നിൽക്കുന്നത് അഭിഷേകാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞുതരാം. ജിൻഡോ 1-ാം സ്ഥാനം, ജാസ്മിൻ 2-ാം സ്ഥാനം, അർജുൻ അതായത് റൊമാൻറ്റിക് അർജുൻ 3-ാം സ്ഥാനം, സിബിൻ ഇല്ല നമ്മുടെ ഗെയിമിൽ. പക്ഷേ അഭിഷേക് ശ്രീകുമാർ ഇവിടെ ഇപ്പൊ കണക്കൂട്ടുമ്പോൾ 4-ാം സ്ഥാനം, അപ്സര 5-ാം സ്ഥാനം, നോറ 6-ാം സ്ഥാനം, അൻസിബ 7-ാം സ്ഥാനം, സായി 8-ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ റാസ്മിൻ 9, മറ്റന്നാള് നന്ദന 10, അഭിഷേക് 11. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ഇത് ബിഗ് ബോസ് കണ്ടന്റ് ആണ്. സോ ഇഷ്ടമുള്ളവർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങളുടെ കമന്റുകളും കാര്യങ്ങളും അറിയിക്കാം. ഇത് ജസ്റ്റ് ഓൺലി എന്റർടൈൻമെന്റ് കണ്ടന്റ് മാത്രമാണ്. സോ എനിക്ക് വീണ്ടും പറയാനുള്ളത്, വലിയ രീതിയിലുള്ള കൊട്ടിഘോഷങ്ങളൊക്കെ ആയി പോയി കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പല രീതിയിലുള്ള കോൺട്രവേഴ്സീസും പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അയാൾ പറഞ്ഞ ഒരു വാക്ക് ഞാൻ കടമെടുത്ത് പറയട്ടെ. പുള്ളിയുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ചുമ്മാ കാറിലിരുന്നുകൊണ്ട് പറയുന്ന പോലെ അല്ല, ഇത് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്ന കളിയാട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോ സീക്രട്ട് ഏജന്റ് ഇനി മാറാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പുറത്തുള്ള ജനങ്ങളുടെ പൾസ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇൻട്രോവേർട്ട് സെറ്റപ്പിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ, മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളി കണ്ടന്റ് പറയുന്നുണ്ട്. പക്ഷെ കണ്ടന്റ് പറയുന്നത് അത് സ്പീഡിൽ പറയുന്നതിന് മുമ്പ് ഒരു കിഡിലൻ കൗണ്ടർ അടിക്കുന്ന സമയത്ത് പുള്ളി ബിഗ് ബി സ്റ്റൈൽ പറയുമ്പോൾ തന്നെ അടുത്ത ആൾ അപ്പുറത്തുനിന്ന് 3-4 അങ്ങോട്ട് അടിച്ചിടുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് കാത്തിരിക്കാം. ഇപ്പൊ സിജോയും കൂടെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത വോട്ടിങ്ങിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ജിൻഡോയാണ്. ജിൻഡോയ്ക്ക് 5,64,392 വോട്ട്. അതായത് സിജോയ്ക്ക് ഇപ്പം ഒരു ചെറിയൊരു അദ്ദേഹത്തിന് വന്നൊരു മിസ്റ്റേക്ക് വന്നിരുന്നാൽ കൂടി, വീണ്ടും പറയണേ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ കൂടി അദ്ദേഹത്തിന് 2 ലക്ഷത്തിന്റെ അടുത്ത് വോട്ടിങ്ങിൽ അത് ഒരു ഹൈപ്പിംഗ് ഉണ്ട്. അപ്പം അത് തൊട്ട് പുറകിൽ ആരാ? ജാസ്മിൻ. അപ്പോ എന്തായാലും ബിഗ് ബോസിനെ പറ്റി ഒരുപാട് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ.